ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മുരിങ്ങയില തമ്പോളിയെന്നോ അറിയപ്പെടുന്ന പോഷകഗുണങ്ങൾ ഏറെ അടങ്ങിയ ഒരു കറി. ഞാൻ മോൾജി ജോർജ്. വെൽക്കം ടു മോൾജീസ് ചാനൽ. മുരിങ്ങയില വഴറ്റി തേങ്ങ അരച്ച് നാം കറി വെക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി മുരിങ്ങയിലയും തേങ്ങയും കൂടെ ഒന്നിച്ചരച്ച് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നല്ല രുചികരമായ ഒരു ഒഴിച്ചുകറിയായും സംഭാരമായും ഉപയോഗിക്കാവുന്ന പോഷകഗുണങ്ങൾ ഏറെ അടങ്ങിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കർണാടക സ്റ്റേറ്റിൽ ഫേമസ് ആയ ഈ കറിക്ക് മുരിങ്ങയില തമ്പൂളി എന്നാണ് പറയുന്നത്. സൈഡ് ഡിഷായും ഹെൽത്തി ഡ്രിങ്കായും ഉപയോഗിക്കാവുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നാം മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുക. 1 കപ്പ് മതി, കൂടുതലായിട്ട് വേണ്ട. അതിൻ്റെ ചെറിയ നാരുകൾ ഉണ്ടെങ്കിലും സാരമില്ല. എന്നിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ തയ്യാറാക്കി വെക്കണം. അതിൽ പ്രധാനം തൈരാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള മുളകുകളാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി 1/2 കപ്പ് തേങ്ങയും കൂടെ ഇവിടെ ആവശ്യമാണ്. കൂടുതലായി തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായി ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 2 പച്ചമുളക് എന്നിവ ചെറുതായി റോസ്റ്റ് ചെയ്യുക. പച്ചമുളക് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർക്കണം. എല്ലാം ഒന്ന് വഴറ്റുക. ഒന്ന് ചെറുതായി വഴന്നു വന്നതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടി ഇട്ട് വഴറ്റണം. മുരിങ്ങയില ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. മുരിങ്ങയില ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ടിത് അരയ്ക്കാനായിട്ട് മാറ്റി വെക്കുക. മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങയും ചൂട് കുറഞ്ഞ മുരിങ്ങയിലയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ അതേ പാനിൽ തന്നെ 1/2 ടീസ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. ഈ കടുക് താളിക്കുന്ന ഇത് നമുക്കിവിടെ ലാസ്റ്റ് ചെയ്താലും മതി. പക്ഷെ ഞാനിവിടെ ഇപ്പം തന്നെ ഇതങ്ങ് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇത് ലാസ്റ്റിൽ ചെയ്യാവുന്നതാണ്. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഷാലറ്റ്സും കൂടെ അരിഞ്ഞിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ട് ലേശം കായപ്പൊടി കൂടെ ചേർക്കുക. എന്നിട്ട് കായപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മുരിങ്ങയില കൂട്ട് ഇതിനോട് ഒഴിക്കുക. നന്നായി ഇളക്കുക. ഫ്ലെയിം ലോയിൽ വെച്ച് വേണം ഇളക്കാനായിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ തൈര് ഒഴിച്ച് അത് ഉടച്ച് വെക്കുക. എന്നിട്ട് ആ ഉടച്ച തൈര് മുരിങ്ങയില കൂട്ടിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കുക. ഇപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് 1/2 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാൻ വെക്കും. ഇവിടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും കളർഫുള്ളുമായ ഒഴിച്ചുകറി തയ്യാറായി. മുരിങ്ങയിലേക്ക് ഇംഗ്ലീഷിൽ മോറിംഗ ലീവ്സ് എന്നാണ് പറയുന്നത്. വളരെയധികം ഗുണങ്ങളുള്ള മുരിങ്ങയിലയുടെ ഈ തരത്തിലുള്ള ഒഴിച്ചുകറി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ചോറുണ്ണാൻ വളരെ സ്വാദിഷ്ടമായ ഈ കറി സംഭാരമായും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.